ഞാനൊരു തികഞ്ഞ യുക്തിവാദിയായിരുന്നു, ഒരു നിരീശ്വരവാദിയായിരുന്നു. യുക്തിവാദവും നിരീശ്വരവാദിയൊക്കെ അങ്ങോട്ട് തലയിലോട്ട് പിടിച്ചപ്പോഴേ ക്ഷേത്രങ്ങളൊക്കെ ഞാൻ വിട്ടു. എനിക്കതിനോടൊന്നും ഒട്ടും വിശ്വാസം ഇല്ലാണ്ടായി. ദൈവത്തിനോടൊക്കെ വെറുപ്പ്, അതികഠിനമായ വെറുപ്പോ എന്തോ അറപ്പോ ഒക്കെ തോന്നി. ഒന്നുമല്ലെന്ന് തോന്നി. എനിക്കതൊന്നും പറ്റിയതല്ലെന്ന് തോന്നി. അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന പോക്കൊക്കെ നിർത്തി. കോളേജ് തലത്തിലൊക്കെ പോയപ്പോൾ എന്തോ ഒരു ധാർഷ്ട്യം എന്നിൽ വന്നുകൂടി. പിന്നെ വലിയ യുക്തിവാദി പോലെ ഇങ്ങനെ നടന്ന് സ്വതന്ത്ര ചിന്ത, യുക്തിവാദം, നിരീശ്വരവാദം, എല്ലാത്തിനോടും ഒരു എതിർപ്പ്. പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി. ഇടയ്ക്ക് വെച്ച് ഖുറാനും ബൈബിളും ഭഗവത്ഗീതയൊക്കെ കൈകൊണ്ടൊന്ന് തൊട്ട് നോക്കി. കുറേ നാൾ അതിൻ്റെ പിന്നാലെയായിരുന്നു. അത് വായിച്ച് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു അതിലെ ഓരോ കഥാപാത്രവും ഞാൻ തന്നെയാണെന്ന് തോന്നി. ഉള്ള അഹങ്കാരവും മൊത്തം എന്നിൽ നിന്നും പോയി. ആ പുസ്തകങ്ങൾ എന്നോട്, ആ ഗ്രന്ഥങ്ങൾ എന്നോട് പറയുന്നതായിട്ട് തോന്നി, നീ എനിക്ക് പിന്നാലെയല്ല വരേണ്ടത്, നീ പൊക്കോ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നി ഇത് അവിടെ ആരെയാണോ കഥാപാത്രങ്ങളായിട്ട് വർണ്ണിച്ച് വെച്ചിരിക്കുന്നത് അത് അവരുടെ കഥയാണ്. അവരുടെ കഥയെല്ലാം നീ എടുത്ത് വായിക്കേണ്ടത്, നീ നിൻ്റെ കഥ പറയാൻ പറഞ്ഞു. എനിക്ക് തോന്നുവാണ് അത് വായിച്ചു വന്നപ്പോൾ. അങ്ങനെ എനിക്ക് ഭഗവത്ഗീത വായിച്ച് നിങ്ങൾ വിശ്വസിക്കില്ല കുട്ടികളെ, എനിക്ക് നിങ്ങളൊന്നും വിശ്വസിപ്പിച്ച് തരാനും പറ്റില്ല. അതെങ്ങനെയാണ് പറഞ്ഞ് അറിയിപ്പിക്കേണ്ടതെന്നും അറിയില്ല. വിഷ്ണുവും കൃഷ്ണനും ക്രിസ്തുവും അല്ലാഹുവും ഒക്കെ എൻ്റെ മുന്നിൽ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെയാണ് എന്താ മുറിവേറ്റത്, മനസ്സിന് മുറിവേറ്റു. കാരണം ഈ കുരുക്ഷേത്ര യുദ്ധമൊക്കെ ഞാൻ തന്നെ അങ്ങ് എൻ്റെ ഉള്ളിൽ കടന്ന് യുദ്ധം ചെയ്തു. പാഞ്ചാലിയും കൃഷ്ണനും അർജുനനും അങ്ങനെ കുറേ കഥാപാത്രങ്ങളുണ്ടല്ലോ, പഞ്ചപാണ്ഡവരും അവരും ഇവരും, പിന്നെ അതിനകത്തിൽ ആനയും കുതിരയും, പിന്നെ എല്ലാം എനിക്ക് തോന്നി ഞാൻ തന്നെയാണെന്ന് തോന്നി. അങ്ങനെ ഒരു രസകരമായിട്ട് തോന്നി. എന്തോ എനിക്കതൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല. എൻ്റെ ഉള്ളിൽ വിഷ്ണുവൊക്കെ വന്ന് പ്രത്യക്ഷപ്പെട്ടു. ഞാൻ വിഷ്ണുവിനെയൊക്കെ വളരെ കൃത്യമായിട്ട് കണ്ടു. പക്ഷെ നിങ്ങളോടൊന്നും അത് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവില്ല.